എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ തിരിച്ചറിയുവാൻ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവ് തുറക്കട്ടെ. ഇന്ന് അപ്പോസ്തലപ്രവൃത്തി 23-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യം. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ വന്നു നിന്നു. ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്നരുളി ചെയ്തു. പൗലോസിനെ യെരുശലേമിൽ അറസ്റ്റ് ചെയ്യുന്നു. ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിർത്തുന്നു. ന്യായാധിപ സംഘത്തിൽ സദൂക്യരും പരീശന്മാരാണെന്ന് പൗലോസ് മനസ്സിലാക്കുന്നു. പൗലോസ് ഉടനെ ഞാൻ പരീശന്റെ മോനാണ് എന്ന് പറയുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അത് പരീശന്മാർ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ആ വാക്ക് ഉപയോഗിച്ചു. അത് ദൈവം കർത്താവ് അവന് കൊടുത്ത ജ്ഞാനമാണ്. അതോടുകൂടി പൗലോസിനെ നശിപ്പിക്കാനുള്ള പരിപാടി പൊളിഞ്ഞുപോയി. കാരണം പരീശന്മാര് സദൂക്യരേക്കാൾ സ്ട്രോങ് ആണ്. അതുകൊണ്ട് സദൂക്യർക്കൊരിക്കലും പൗലോസിനെ വിസ്തരിക്കാനോ ഇല്ലാതെയാക്കാനോ കഴിയില്ല. പൗലോസ് ജ്ഞാനം ഉപയോഗിച്ചു. ഇപ്പോൾ പൗലോസ് തടവറയിലാണ്. പൗലോസിനെ വിലങ്ങ് വെച്ച് തടവറയിൽ കൊണ്ടുപോയി. അന്ന് രാത്രി 11-ാം വാക്യം, രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു. കർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. രാത്രിയിൽ ആരുമില്ലാത്ത സമയത്ത്, ഒറ്റപ്പെട്ട സമയത്ത് കർത്താവ് വരുന്ന കർത്താവാണ്. ശമൂവേലിൻ്റെ കാലത്ത് പെട്ടകത്തിനരികെ ആ മാറിക്കിടക്കുന്ന കൊച്ചു കുഞ്ഞിൻ്റെ അടുക്കൽ കർത്താവ് വന്ന ചരിത്രം 1 ശമൂവേൽ 3-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ യഹോവ വന്നു നിന്നു, മുമ്പിലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. 4 പ്രാവശ്യമാണ് കർത്താവ് ശമൂവേലിനെ വിളിച്ചത്. ആദ്യത്തെ 3 പ്രാവശ്യവും മനസ്സിലായില്ല. ശമൂവേലിന് മനസ്സിലാകുന്നില്ല ഇതാരാ വിളിച്ചത്. ഏലി പുരോഹിതനായിരിക്കുമെന്ന് കരുതി അങ്ങോട്ട് ഓടിച്ചെന്നു. 2-3 പ്രാവശ്യമായപ്പോൾ ഏലി പുരോഹിതന് മനസ്സിലായി, വീണ്ടും വീണ്ടും ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ പണ്ട് എന്നെ വിളിച്ച ദൈവമാണല്ലോ, എന്നിപ്പോ ദൈവം വിളിക്കാറൊന്നുമില്ല. കർത്താവിന് വേണ്ടി ഇറങ്ങിയ കാലത്ത് ഭയങ്കര വെളിപ്പാടും ദർശനമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ഒരു ശബ്ദവും ഇല്ല. ആ കാലത്ത് ഭയങ്കര പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല എന്ന് പറഞ്ഞ് ആത്മീകമായി മുരടിച്ചു പോയ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിലെ വെളിപ്പാടുകളും ദർശനങ്ങളും ദൈവശബ്ദവും നമ്മൾ ഉള്ള കാലത്തോളം ഇത് തുടരേണ്ടതാണ്. പണ്ട് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു, അന്ന് ദൈവം ഇടപെടുമായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ പിന്മാറ്റത്തിലാണ്. മടങ്ങി വരണം. ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ ഉണരണം. ഉണർന്നേ മതിയാകൂ. ഒരു ഉണർവിൽ ജീവിക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചത് തന്നെ. ഇവിടെ പൗലോസിന്റെ അടുക്കൽ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് നിന്നു. എന്നിട്ട് പറയുന്നത്, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാണ്. നീ യെരുശലേമിൽ എന്നെക്കുറിച്ച് പറഞ്ഞില്ലേ, എൻ്റെ സന്ദർശനത്തെക്കുറിച്ചും ഞാൻ ദൈവമാണെന്നും രക്ഷകനാണെന്നും കർത്താവാണെന്നും അത് തന്നെ ഇനി നീ റോമയിൽ നാടുവാഴികളുടെ മുൻപിലൊക്കെ പറയാനുള്ളതാണ്. നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. കർത്താവിൻ്റെ ഹിതമാണ് ഇപ്പോൾ പൗലോസിലൂടെ നടക്കുന്നത്. പലരും ഓർക്കും, ഞാനിങ്ങനെ കർത്താവിന് വേണ്ടി നിന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഈ വേദനയിലൂടെ പോകും. കുഞ്ഞെ, നീ വേദനയിലൂടെ പോകാനല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഈ വഴിയിലൂടെ രാജാക്കന്മാരുടെ അടുക്കൽ നീ എത്തണം. ചില വഴികൾ രാജകീയമായ പാതകളായി കർത്താവ് മാറ്റാൻ പോവുകയാണ്. ഇത് കേൾക്കുന്ന ആരൊക്കെയോ രാജകീയമായ വഴിയിലേക്ക് കയറാൻ പോവുകയാണ്. ഇതാ രൂത്ത് എന്ന ഒരു പെൺകുട്ടി, എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടി. അവളുടെ ചരിത്രം രൂത്ത് എന്ന പുസ്തകത്തിൽ കാണാം.
അവളുടെ ഭർത്താവ് മരിച്ചു, അവളുടെ അമ്മായിയപ്പൻ മരിച്ചു, ഭർത്താവിൻ്റെ ഒരു സഹോദരൻ മരിച്ചു. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഓർപ്പ എന്ന ആ സ്ത്രീയെ പോലെ പിന്മാറിപ്പോകാതെ അവൾ നവോമി എന്ന വിധവയായ വൃദ്ധയായ സ്ത്രീയുടെ കൂടെ യെരുശലേമിലേക്ക് പോകാൻ തയ്യാറായി. ബേത്ലഹേമിലേക്ക് ചുവടുകൾ വെക്കുകയാണ്. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു എന്ന് നവോമി കേട്ടപ്പോൾ, നവോമി ഇറങ്ങിത്തിരിച്ചപ്പോൾ നവോമിയുടെ കൂടെ പോകുന്ന രൂത്തിനെ നമുക്ക് കാണാം. അവൾ അറിഞ്ഞില്ല അവൾ പോകുന്ന വഴി, ഞാനൊരു വിധവയാണ്, ഞാനെന്തിന് യെരുശലേമിൽ പോകണം, എന്നെ ആരംഗീകരിക്കും, ഈ വയസ്സായ സ്ത്രീയുടെ കൂടെ ഇറങ്ങിത്തിരിച്ചാൽ എനിക്കെന്ത് ഭാവി എന്ന് സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെയല്ല അവൾ ചിന്തിച്ചത്. അവളുടെ ചിന്ത ദൈവിക ചിന്തയായിരുന്നു. അവൾ പോലും അറിഞ്ഞില്ല അവൾ നടന്ന് 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 നവോമിയുടെ കൂടെ നടന്ന് കയറിയത് രാജകീയ വഴികളിലേക്കായിരുന്നു. നമ്മൾ അറിയുന്നില്ല കടന്നു പോകുന്ന ചില വഴികൾ നടന്ന് നടന്ന് കയറാൻ പോകുന്നത് രാജകീയമായ പാതകളിലേക്കായിരിക്കും. ഒരു മനുഷ്യനും നമ്മോട് ഒരു പ്രവചനമായിട്ട് പോലും പറയാൻ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. എങ്കിലും ഉറപ്പിച്ചോ, നീ ഇന്ന് കടന്ന് കർത്താവിൽ ആശ്രയിച്ച്, നവോമിയോട് ഈ രൂത്ത് പറയുന്ന വാക്കുണ്ട്, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണം കൊണ്ടല്ലാതെ നമ്മെ വേർപിരിക്കാൻ ആർക്കും കഴിയില്ല. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഈ നവോമിയുടെ കൂടെ ഇറങ്ങിത്തിരിച്ചതുകൊണ്ട് അവൾ ഒരു വലിയ ഭാവിയൊന്നും പ്രതീക്ഷിച്ചിറങ്ങിയതല്ല. എന്നാൽ അവളുടെ തീരുമാനം മുഴുവനും ദൈവിക നിയന്ത്രണത്തിലായിരുന്നു. ഒന്നും മുന്നിൽ കാണാതെ ചില ചുവടുകൾ ദൈവികമായി വയ്ക്കുന്നവരുണ്ട്. നിങ്ങൾ യഥാർത്ഥമായി രാജപാതയിലാണ്. അപ്പോൾ ചോദിക്കാം, രാജപാതയിലാണെങ്കിൽ തേരുകൾ വേണ്ടേ? സൈന്യം വേണ്ടേ? ഒന്നുമില്ലാതെ രാജപാതയോ? നടന്ന് 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 ക്ഷീണിച്ച് അമ്മായിയമ്മയുടെ കൂടെ ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യം വരെ നടക്കുകയാണ്. നീ എത്ര നടന്നാലും, നീ എത്ര തളർന്നെന്ന് തോന്നിയാലും പേടിക്കേണ്ട, നീ രാജപാതയിലാണ്. അവൾ നടന്നു പോയ പാത എല്ലാവരുടെ ദൃഷ്ടിയിൽ ഒരു സാധാരണമെങ്കിലും പിന്നീട് നമ്മൾ കാണുന്നത്, അവളുടെ അമ്മായിയമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, എന്നോട് ദയ കാണിക്കുന്ന ആരുടെങ്കിലും വയലിലേക്ക് ഞാൻ പൊയ്ക്കോട്ടെ. പൊയ്ക്കോ മോളെ. അവൾ അറിഞ്ഞില്ല ആ ദേശത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ സമ്പന്നനായ ബോവസിന്റെ വയലിലേക്കാണ് ഇവൾ കയറുന്നത്. ആ വയലിലേക്ക് അവൾ നടന്നു കയറി. ബോവസ് യേശു ക്രിസ്തുവിന്റെ വംശാവലിയിലെ വ്യക്തിയാണ്. ആ കുടുംബത്തിലേക്ക് അവൾ നടന്നു കയറിയപ്പോൾ അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിലേക്ക് ഇവൾ നടന്നു കയറിയ ചരിത്രമാണ് മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ കാണുന്ന വംശാവലി രേഖയിൽ കാണുന്ന ചരിത്രം. ദാവീദിന്റെ വല്യമ്മച്ചിയായിട്ട് ഇവൾ നടന്നു കയറി. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോട് പറയാം, ഭയപ്പെടരുത്, ധൈര്യമായിരിക്കെ. നീ നടന്നു കയറുന്നത് ശ്രേഷ്ഠമായ ചില രാജകീയമായ യാത്രയിലേക്കാണ്. ആർക്കും നിന്നെ തൊടാൻ കഴിയില്ല. അവിടെ നമ്മൾ വായിച്ചത്, രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു. ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകും. പൗലോസ് സംസാരിക്കുന്നത് ഒരു രാജാവിനെ കുറിച്ചാണ്. പൗലോസ് സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ രാജാവിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത്
രാജകീയമായ കാര്യത്തിൽ നമ്മൾ വ്യാപൃതരായിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഒരാൾ സുവിശേഷം അറിയിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരണേ, നിങ്ങളുടെ കടം മാറും, നിങ്ങളുടെ ഞെരുക്കം മാറും എന്ന് പറയുന്നത് മാത്രമല്ല, നിങ്ങൾ ഒരാളെ ഒരു രാജാവുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. പൗലോസിനോട് കർത്താവ് പറയുകയാണ്, നീ പറയണം, നിത്യജീവനായി നിയമിക്കപ്പെട്ട അനേകരുണ്ട്, അതുകൊണ്ട് നീ യെരുശലേമിൽ സംസാരിച്ചതുപോലെ റോമയിലും സംസാരിക്കണം. ആയിരങ്ങളത് കേൾക്കണം, രാജാക്കന്മാരത് കേൾക്കണം, പ്രഭുക്കന്മാരത് കേൾക്കണം, ഭരണാധിപന്മാരത് കേൾക്കണം. പൗലോസേ, ഈ വഴിയിലൂടെ നിനക്ക് മാത്രമേ കയറാൻ കഴിയൂ. നിനക്ക് ലഭിച്ച വിദ്യാഭ്യാസം, നിനക്ക് ലഭിച്ച ഭാഷയുടെ കഴിവുകൾ, നിനക്ക് ലഭിച്ച ജ്ഞാനം, ഈ ജ്ഞാനം ഒത്തിരി പേര് കാത്തിരിപ്പുണ്ട്. നിന്നിൽ നിന്ന് കേൾക്കാൻ അനേകർ കാത്തിരിപ്പുണ്ട്. അവരെല്ലാം ഇത് കേൾക്കണം. നിന്നിലൂടെ മാത്രമേ അത് സംഭവിക്കൂ. ആരും നിന്നെ കയ്യേറ്റം ചെയ്യില്ല. നീ ധൈര്യമായിട്ടിരിക്കെ. അന്ന് പകലിൽ അവനെ ചീന്തിക്കളയുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്, തീർത്ത് കളയുമെന്നാണ് വിചാരിച്ചത്. പൗലോസിന്റെ ഓരോ ദിവസവും ഇതാണ് അവസാനത്തെ ദിവസം എന്നാണ് പൗലോസ് വിചാരിച്ചിരുന്നത്. എന്നാൽ കർത്താവ് അറിയാതെ ഒരു മുടി പോലും കൊഴിയുന്നില്ല എന്നുള്ള സത്യം ദൈവമക്കൾ അറിയണം. നമ്മൾ ഓർക്കും ഏറ്റവും ഒടുവിലത്തെ ദിവസത്തിലാണ് നമ്മൾ. അല്ല, നിന്നെ ആർക്കും തൊടാൻ കഴിയില്ല. നീ ഇപ്പോൾ പോകുന്ന ചില വഴികളിൽ നിന്ന് നീ പുറത്തു വരും, കേസുകളിൽ നിന്ന് പുറത്തു വരും, തടവുകളിൽ നിന്ന് പുറത്തു വരും. ആർക്കും പുറത്ത് കൊണ്ടുവരാൻ കഴിയാത്ത ചില തടവറ പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നീ പുറത്തു വരും. ആർക്കും നിന്നെ തീർക്കാൻ കഴിയില്ല. നീ റോമിൽ, മറ്റൊരു രാജ്യത്തെ തൊടുന്ന ഒരു സുവിശേഷം നീ അറിയിക്കും. യെരുശലേമിൽ നീ അറിയിച്ചില്ലേ? ന്യായാധിപ സംഘത്തോടും അവിടുത്തെ പ്രധാനികളോടും നീ അറിയിച്ചില്ലേ? ഇനി റോമയിൽ നിന്നെ എനിക്ക് ഉപയോഗിക്കാനുണ്ട്. വലിയ ജനസമൂഹത്തിന്റെ നടുവിൽ, രാജാക്കന്മാരുടെ നടുവിൽ നിന്നെ ഉപയോഗിക്കാനുണ്ട്. പൗലോസേ, നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ജോസഫ് വിചാരിച്ചില്ല ജോസഫ് പോകുന്ന വഴിയിൽ അവൻ ഒറ്റക്കാണെന്ന് അവൻ വിചാരിച്ചത്. എന്നാൽ അവിടെ വായിക്കുന്നു, ദൈവം അവന്റെ കൂടെയിരുന്നു. പോത്തിഫാറിന്റെ വീട്ടിൽ അടിമയായി ചെല്ലുമ്പോൾ ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ജോസഫ് ജയിലിൽ ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുമ്പോൾ ദൈവം അവന്റെ കൂടെ ജയിലിലിരുന്നു. നാം വേദനയിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും ദൈവം നമ്മളെ കൈവിടുകയല്ല, കൂടെ ഇരിക്കുകയാണ്. ധൈര്യമായിരിക്കുക. നിന്നെ അനേക സ്ഥലങ്ങളിൽ ദൈവത്തിന് അസാധാരണമായ നിലയിൽ ഉപയോഗിക്കാനുണ്ട്. പൗലോസിന്റെ ചരിത്രം നമ്മെ സുവിശേഷത്തിൽ ഏറ്റവും കരുത്തുള്ളവരാക്കി മാറ്റാൻ ശക്തിയുള്ളതാണ്. പൗലോസ് പറഞ്ഞ ഓരോ വാക്കുകളും തൻ്റെ ലേഖനങ്ങളും കർത്താവിന് വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്ത മാനപാത്രം. അവൻ എനിക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടങ്ങൾ അനുഭവിക്കാനുള്ളതാണെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കുമെന്നാണ് അനന്യാസിനോട് ഒരിക്കൽ പൗലോസിനെ കുറിച്ച് ആരംഭ സമയത്ത് ദമസ്കോസിൽ വെച്ച് ദൈവം സംസാരിച്ചു. അവൻ എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടാനുള്ളതാണ്. അവൻ എന്നെ ഒത്തിരി കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, സാരമില്ല. ഇന്ന് ദൈവസഭയെ കഷ്ടപ്പെടുത്തുന്ന ചിലരെ കർത്താവ് തൊടാൻ പോകുന്ന ഒരു സീസണാണ്. അത് എല്ലായിടത്തും സുവിശേഷത്തിനെതിരെ നിൽക്കുന്നവർ, സുവിശേഷത്തെ എതിർക്കുന്നവർ, സുവിശേഷത്തിന് വേണ്ടി വളരെ ത്യാഗപരമായി കഷ്ടം സഹിക്കാൻ കൂടെയുള്ളവരാണ് എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഒരു പ്രതിനിധി മാത്രമാണ് പൗലോസ് അപ്പോസ്തലൻ. നമ്മൾ അറിയുന്നില്ല, നമ്മൾ രാജപാതയിലാണ്. ഓരോ കഷ്ടങ്ങളിലും ഓരോ വേദനകളിലും നാം ഭയപ്പെടുന്ന ചില സാഹചര്യത്തിലും അറിയണം, നമ്മൾ വഴിതെറ്റിയിട്ടില്ല, രാജപാതയിലാണ്.
അപ്പോസ്തല പ്രവൃത്തിയിലെ ഈ ചരിത്രത്തിൽ നിന്ന് ദൈവം നമ്മോട് സംസാരിക്കട്ടെ. നമ്മെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നമ്മുടെ രാത്രികളിൽ കർത്താവ് നമ്മുടെ അടുക്കലുണ്ട്. അവിടെ വായിച്ചത്, രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ നിന്നു. നിന്റെ രാത്രികളിൽ കർത്താവ് നിന്റെ അടുക്കൽ നിന്ന് മാറത്തില്ല. നിന്റെ വേദനകളിൽ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ധൈര്യപ്പെട്, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ മക്കൾ കടന്നു പോകുന്ന രാത്രികളിൽ, ഒറ്റപ്പെടലുകളിൽ, ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ അടുക്കൽ നിൽക്കുന്ന കർത്താവിൻ്റെ കരം ഈ മക്കളൊന്ന് തിരിച്ചറിയട്ടെ. എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ. കർത്താവിനെ കാണട്ടെ. കർത്താവിൻ്റെ സ്വരം വ്യക്തിപരമായി ഈ മക്കൾ കേൾക്കട്ടെ. ഒരു സാഹചര്യത്തിലും തളർന്നു പോകാതെ ക്രിസ്തീയ ജീവിതത്തിലെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന കരുത്തുള്ള ദൈവമക്കൾ ഈ സീസണിൽ എഴുന്നേറ്റ് വരട്ടെ. വചനത്തിലും ആത്മാവിലും ബലപ്പെട്ട നിലനിൽക്കുന്ന ദൈവിക മൂല്യങ്ങളുള്ളവർ ഈ ദിവസങ്ങൾ എഴുന്നേറ്റ് വരട്ടെ. പിന്മാറ്റങ്ങൾ മാറിപ്പോകട്ടെ. ആടിയുലയുന്ന അവസ്ഥകൾ മാറട്ടെ. ധൈര്യത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുന്നവരായി തീരട്ടെ. മക്കളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഓരോ മീറ്റിങ്ങിലും ദൈവം നമുക്ക് ജ്ഞാനം തരുന്നുണ്ട്. ആ ജ്ഞാനത്തെ മുറുകെ പിടിക്കുക, വെളിപ്പാടിനെ മുറുകെ പിടിക്കുക. നാളെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഉപവാസ പ്രാർത്ഥനയുണ്ട്. രാവിലെ 10:30-ക്കാണ്. നിങ്ങളതിൽ പങ്കെടുക്കണം. താല്പര്യമുള്ളവർ കടന്നു വരണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. എന്നെ തേടി വന്ന നാഥാ, ഞാൻ എല്ലാ നാളും നിന്നെ വാഴ്ത്തും. എന്നെ തേടി വന്ന നാഥാ, ഞാൻ എല്ലാ നാളും നിന്നെ എന്നെ തേടി വന്നവനെ, എന്നെ തേടി വന്ന നാഥാ, ഞാൻ എല്ലാ നാളും നിന്നെ എന്നെ തേടി, എന്നെ തേടി വന്ന നാഥാ, ഞാൻ എല്ലാ നാളും നിന്നെ വാഴ്ത്തും. എന്റെ ദുഃഖം സർവം മായ്ക്കും ദേവാ, യേശുവേ. നായകാ, യേശുവേ. നായകാ, ക്രൂശിതനേ, ക്രൂശിതനേ, മഹോന്നതനേ, നിത്യനായോനേ, ഞാൻ നമിക്കുമേ. ഞാനാകുന്നവൻ, ഞാനാകുന്നവനെ ഞാൻ സ്തുതിക്കുമേ. യേശുവിനെ, ക്രൂശിതനേ, ക്രൂശിതനേ, മഹോന്നതനേ, നിത്യനായോനേ, ഞാൻ നമിക്കുമേ. ഞാനാകുന്നവൻ, ഞാനാകുന്നവനെ ഞാൻ സ്തുതിക്കുമേ. യേശു